അവൾ ഇട്ട് പോയതിൻ്റെ ശേഷം അവൾ ഇപ്പോൾ പഴയ പോലെയല്ല, ആരോടും സംസാരിക്കാറൊന്നുമില്ല. ഡിപ്രഷനാണെന്ന് തോന്നുന്നുണ്ട്. അവളാണെങ്കിലോ ഭയങ്കര സംസാരം, അവൾക്കാണെങ്കിൽ മാനിയ തന്നെയാണ്. നമ്മളെ ലൈഫിൽ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു ലോസ് വന്നു, അല്ലെങ്കിൽ വളരെ വിഷമമുള്ളൊരു സിറ്റുവേഷൻ വന്നു എന്ന് വിചാരിച്ച് നമുക്ക് ഡിപ്രഷനല്ല. ഇപ്പോൾ ഇന്ന് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരാളാണ്, നാളെ വളരെയധികം സങ്കടമാണെങ്കിൽ ആ ആൾക്ക് ബൈപ്പോളാർ ഡിസോർഡർ അല്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട് വളരെയധികം വൃത്തിയുള്ള ആളാണ്, ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ആൾക്ക് OCD അല്ല. പലപ്പോഴും നമ്മൾ ഇപ്പോഴത്തെ ജനറേഷനിൽ കാണുന്ന ഒരു കാര്യമാണ്, മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻസിൻ്റെ നെയിംസ് അവർക്ക് നന്നായിട്ട് അറിയാം, പക്ഷേ ഇത് എവിടെ യൂസ് ചെയ്യണം, ഈ കണ്ടീഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് എന്നറിയാതെ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് കാഷ്വലായിട്ട് ഈ കണ്ടീഷൻസിനെ യൂസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സെൽഫ് ഡയഗ്നോസിസും അതുപോലെ തന്നെ നമ്മൾ വേറെയുള്ള വ്യക്തികളോട് നിനക്ക് ഈ അസുഖമാണ്, ആ അസുഖമാണെന്നൊക്കെ പറയുന്ന ഒരു ഹാബിറ്റ് ശരിയാണോ? ഒരിക്കലും അല്ല. കാരണം ഒരു മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻ അനുഭവിക്കുന്ന ആൾക്ക് മാത്രമേ അതിന് എത്രമാത്രം ബുദ്ധിമുട്ടുകളുണ്ട്, അതിൻ്റെ തീവ്രത എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണ് നിങ്ങൾക്ക് എന്തൊക്കെയോ, അതായത് ഞാനിപ്പോൾ പഴയ പോലെയല്ല, എനിക്ക് ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട് എന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുത്ത് നോക്കുക, മാറ്റങ്ങൾ കൊണ്ടുവരാനായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുന്നില്ല എന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ബെസ്റ്റ് ടു സീക്ക് ഹെൽപ്പ് ഫ്രം എ തെറപ്പിസ്റ്റ്.